ഓഡിയോ ക്ലിയർ ആണോ എന്ന് പറഞ്ഞേ. ഓഡിയോ ക്ലിയർ ആണോ? ഓഡിയോ ക്ലിയർ അല്ലേ? സ്ക്രീൻ ഷെയർ ചെയ്തേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് നോക്കിക്കേ. പി ബി എന്ന് പറയുന്നത് ഈക്വൽ ടു നമ്മൾ പറഞ്ഞു എ ബി ബൈ 2 ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? 1.5 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമുക്ക് സി പി സ്ക്വയർ എടുക്കുകയാണ് അല്ലെ. ഈ ഒരു ട്രയാങ്കിളിൽ നിന്നും പി ബി സിയിൽ നിന്നും സി പി സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് സി പി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് പറയാം? പി ബി സ്ക്വയർ അല്ലെ. പി ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് പറഞ്ഞുകൂടെ? ഓക്കെ അല്ലേ? അപ്പൊ സി പി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? സി പി സ്ക്വയർ കണ്ടുപിടിക്കണം. സി പി സ്ക്വയർ ഇസ് ഇക്വൽ ടു 1.5 സ്ക്വയർ പ്ലസ് എന്ത് വരും? 2 സ്ക്വയർ. സോ നമുക്ക് 2.25 പ്ലസ് 4 എന്ന് വരും സി പി സ്ക്വയർ. ഓക്കെ, അപ്പൊ സി പി സ്ക്വയർ ഇസ് ഈക്വൽ ടു 6.25. അങ്ങനെയെങ്കിൽ സി പി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 6.25 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2.5 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ ഈ സി പി ആണ് 2.5 സെന്റിമീറ്റർ എന്ന് കിട്ടിയിരിക്കുന്നത്. ആണല്ലോ. നമുക്ക് വേണ്ടത് സൈൻ ആംഗിൾ സി പി ബി ആണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ സൈൻ ആംഗിൾ സി പി ബി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? എന്താ പറയാൻ പറ്റുന്നത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ. അപ്പൊ എന്ത് കിട്ടും? സി ബി ബൈ അല്ലെങ്കിൽ ബി സി ബൈ സി പി എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്താ വരുന്നത്? 2/2.5. 2/2.5 എന്ന് പറയുമ്പോൾ 20/25, അതായത് 4/5 എന്ന് കിട്ടും. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ ആണോ എന്ന് പറയണേ. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നേ? ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചേ. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ.
ഓക്കെ, എന്താ വരുന്നേ? Okay, the side AB of a parallelogram ABCD is produced to E in such a way that BE equal to AB, DE intersect BC at Q. The point Q divides BC in the ratio. Okay. അപ്പൊ നോക്കിക്കേ എന്താ വരുന്നേ? ABCD പാരലോഗ്രാം ആണല്ലേ? നോക്കിക്കേ, പാരലോഗ്രാം വരയ്ക്കാം. സോ പാരലോഗ്രാം വരച്ചു. പിന്നെന്താ പറയുന്നേ? പാരലോഗ്രാം വരച്ചിട്ട് എന്താ പറയുന്നേ? നോക്കിക്കേ, ABCD എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ABCD. അപ്പൊ നമുക്ക് പേര് കൊടുക്കാം. ഫസ്റ്റ് പേര് കൊടുത്തേ ABCD. ABCD പേര് കൊടുത്തു. പ്രൊഡ്യൂസ് ടു ഇ ആണ്. AB എന്ന് പറയുന്ന പ്രൊഡ്യൂസ് ടു ഇ ആണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് BE എന്ന് പറയുന്നത് ABക്ക് ഈക്വൽ ആണ്. ഓക്കെ. ആൻഡ് DE എന്ന് പറയുന്നത് DE. ഓക്കെ, DE എന്ത് ചെയ്തു? ഇന്റർസെക്ട് ചെയ്തു അറ്റ് ഇന്റർസെക്ട് BC അറ്റ് Q. ഓക്കെ, Qയിലാണ് ഇന്റർസെക്ട് ചെയ്തത്. ഓക്കെ, ആൻഡ് ദ പോയിന്റ് Q ഡിവൈഡ്സ് BC ഇൻ ദ റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. BC ഡിവൈഡ് ചെയ്തിട്ടുള്ളത് Q എങ്ങനെയാണ്, ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെ നോക്കിക്കേ, അപ്പൊ എന്താ കിട്ടുക? AD എന്ന് പറയുന്നത് നമുക്കറിയാം പാരലൽ ടു എന്താണ്? BC ആണ്. അതേപോലെ തന്നെ AD എന്ന് പറയുന്നത് പാരലൽ ടു BQ ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാല് എന്താ പറയാ, ഇവിടെ നമുക്ക് ട്രയാങ്കിൾ DQC എന്ന് പറയുന്നതും BQE എന്ന് പറയുന്നതും എന്താണ്? രണ്ട് ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, നമ്മൾ അതായത് ഇൻ ട്രയാങ്കിൾ DQC ആൻഡ് ട്രയാങ്കിൾ BQE എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ആംഗിൾ DQC ഈസ് ഈക്വൽ ടു ആംഗിൾ BQE എന്ന് പറഞ്ഞൂടെ? നോക്കിക്കേ, DQC BQEക്ക് ഈക്വൽ ആണ്. അതേപോലെ ആംഗിൾ DCQ ഈസ് ഈക്വൽ ടു ആംഗിൾ QBE ഈക്വൽ ആണെന്ന് പറഞ്ഞൂടെ? അല്ലേ? ഈക്വൽ ആണെന്ന് പറഞ്ഞല്ലേ? DCQ എന്ന് പറയുന്നത് QBEക്ക് ഈക്വൽ ആണ്. അതുപോലെ ആംഗിൾ CPQ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ആംഗിൾ QEB ആണ് അല്ലേ? നോക്കിക്കേ, CDQ, സോറി, P അല്ല D ആണ്. P അല്ല D, CDQ. ഓക്കെ, CDQ എന്ന് പറയുന്നത് എന്തിനാ? QEBക്ക് ഈക്വല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇത് 1:1 റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് പറയാം അല്ലേ? പറഞ്ഞ മനസ്സിലായോ? ഇത് 1:1 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. BCനെ Q ഡിവൈഡ് ചെയ്തിരിക്കുന്ന റേഷ്യോ ആണ് 1:1. ഓക്കെ. ഓക്കെ ആണോ എന്ന് പറയണേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ.
ഓക്കെ, നോക്കാം എന്താ വരുന്നേ. ആൻസർ എന്താ വരുന്നതെന്ന് പറയണേ. ആൻസർ എന്താ വരുന്നത് നോക്കിക്കേ. അതായത് പി ക്യു ആർ എസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പാരലോഗ്രാം ആണ് അല്ലേ. നമുക്ക് പേര് കൊടുക്കാം, പി ക്യു ആർ എസ്. സോ പി ക്യു ആർ എസ് ഒരു പാരലോഗ്രാം ആണ്. ആംഗിൾ പി എന്ന് പറയുന്നത് 4 ടൈംസ് ആംഗിൾ ക്യു ആണ്. സോ ഇതെന്താണ്, പി ഈസ് 4 ടൈംസ് ആംഗിൾ ക്യു എന്നാണ് പറയുന്നത്. ആണല്ലോ, പി 4 ടൈംസ് ഓഫ് ആംഗിൾ ക്യു. സോ ഇങ്ങനെ വരത്തില്ലേ. ദെൻ ദ മെഷർ ഓഫ് ആംഗിൾ ആർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 4x + x ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, ഇതൊരു ബോക്സ് ഷേപ്പ് പാരലലും ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, 180 ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ 5x = 180 ആണെങ്കിൽ x = 180/5 എന്ത് കിട്ടും നമുക്ക്, 36 എന്ന് കിട്ടും. ആണല്ലോ, അപ്പൊ 4x എന്ന് പറയുന്നത്, അതായത് ഇത് നമുക്ക് എന്തായി തന്നിരിക്കുന്നത്, പാരലോഗ്രാം ആണ്. ആണല്ലോ, ഓക്കെ, ഇത് x ആണ്. സോ എക്സിന്റെ വാല്യൂ 36 ആണ് വരുന്നതെങ്കിൽ ഇതെന്തായിരിക്കും കിട്ടുന്നത്, ആംഗിൾ ആർ എന്ന് പറയുന്നത് = 180 - 36. സോ = 144 എന്ന് വരും. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ ആണോ, ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നേ. ഓക്കെ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓക്കെ, നമുക്ക് നോക്കാം എന്താ വരുന്നേ. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നേ, അതായത് ലെങ്ത് ഓഫ് ഡയഗണൽ ബി ഡി. ഓക്കെ, ബി ഡി ഓഫ് ദി പാരലോഗ്രാം ABCD is 18 centimeter. P and Q are the centroid of the ABC. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫിഗർ എങ്ങനെ വരും, പാരലോഗ്രാം ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതായത് നോക്കിക്കേ,
ഓക്കെ, പാരലോഗ്രാം വരച്ചു. ഇനി എന്താ പറഞ്ഞേക്കുന്നേ? എ ബി സി ഡി പേര് കൊടുത്തു അല്ലേ? ആൻഡ് എന്താ ഡയഗണൽ ബി ഡി ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ബി ഡി. പിന്നെന്താണ്? പിന്നെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളും എ ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിളും ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, രണ്ട് ട്രയാങ്കിൾസ്. അതിൽ പി എന്ന് പറയുന്നതും ക്യൂ എന്ന് പറയുന്നതും സെൻട്രോയിഡ് ആണ് കേട്ടോ. ഇപ്പോൾ ഇതാണ് നമ്മുടെ സെൻട്രോയിഡ് ആയിട്ട് തന്നിരിക്കുന്നത്. മനസ്സിലായോ പറഞ്ഞിരിക്കുന്നത്? എങ്കിൽ പി ക്യൂവിന്റെ ലൈൻ സെഗ്മെന്റ് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യുന്ന മീഡിയൻ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് 2:1 റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് പേരെടുക്കാം, പേര് കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് എന്താ വരുന്നേ? നമുക്ക് ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ രണ്ടിന്റെയും ഡയഗണൽസിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? O ആയിട്ട് കൊടുക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഒ പി എന്ന് പറയുന്ന ഈസിക്വൽ ടു നമുക്ക് എന്ത് പറയാം? 1/3 ഓഫ് ഒ ബി. കാരണം എന്താ? നമുക്കറിയാം ഒ പി മീൻസ് എന്താ ഉദ്ദേശിക്കുന്നത്? O എന്ന് കൊടുത്തിരിക്കുന്നത് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി ഡയഗണൽസ് ആണ്, ബോത്ത് ദ ഡയഗണൽസ് ആണ്. സോ ഒ പി 1/3 ഓഫ് ഒ ബി ആണ്. അതുപോലെ തന്നെ ഒ ക്യു എന്ന് പറയുന്നത് നമുക്ക് എന്തെടുക്കാം? 1/3 ഓഫ് ഒ ഡി അല്ലേ? അതായത് 2:1 റേഷ്യോ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ഒ പി പ്ലസ് ഒ ക്യു എന്ന് പറയുന്നത് 1/3 ഒ ബി പ്ലസ് 1/3 ഒ ഡി. 1/3 നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒ ബി പ്ലസ് ഒ ഡി എന്ന് കിട്ടും അല്ലേ? ഒ ബി പ്ലസ് ഒ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒ ബി പ്ലസ് ഒ ഡി എന്ന് പറയുന്ന ഈ ഒരു ഡയഗണൽ അല്ലേ വരുന്നത്? ആണല്ലോ. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ഒ പി പ്ലസ് ഒ ക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താ കിട്ടുന്നത്? പി ക്യു ആണ്. സോ പി ക്യു ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? 1/3 ബി ഡി ആണെന്ന് പറയാനായിട്ട് സാധിക്കും. സോ ഇവിടെ നമുക്ക് പി ക്യു തന്നിട്ടുണ്ട്. എത്രയാണ്? ബി ഡി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 18 ആണ്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ പി ക്യു ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 18. നമുക്ക് എന്ത് കിട്ടും? 6 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. പറഞ്ഞാൽ മനസ്സിലായോ? ക്ലിയർ ആണോന്ന് പറഞ്ഞേ? ഓക്കെ അല്ലേ? ഒ എന്ന് പറയുന്നത് മനസ്സിലാക്കുക, ഡയഗണൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിന്റ് ആണ് കേട്ടോ. രണ്ട് ഡയഗണൽസും കൂടി ഇന്റർസെക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിന്റ് ആണ് ഒ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ.
നോക്കിക്കേ, if the diagonals of a rhombus are 4.8 centimeter and 1.4 centimeter, then what is the perimeter of the rhombus എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? പെരിമീറ്റർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം റോംബസ് വരയ്ക്കാം അല്ലേ? റോംബസ് വരയ്ക്കാം. നോക്കിക്കേ, ഓക്കെ, റോംബസ് വരച്ചു. റോംബസ് വരച്ചു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഡയഗണൽസ് നമുക്ക് 4.8 എന്ന് പറയുന്നുണ്ട്. 4.8 എന്ന് പറയുമ്പോൾ ഇത് 2.4, സോറി, നീളമുള്ള രണ്ടും സെയിം ആണ് വരുന്നത്. അപ്പൊ നോക്കിക്കേ, അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നേ? 4.8 എന്ന് പറയുന്നുണ്ട്. ഇത് 0.7ഉം 2.4ഉം ആണ് തന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇതെന്താ 90 ഡിഗ്രി ആണ്. സോ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ പോരെ? അപ്പൊ നമുക്ക് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0.7 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2.4 ദ ഹോൾ സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 0.49 പ്ലസ് ഇവിടെ എന്താ 5.76 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6.25 എന്ന് വരും. സോ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 6.25 ഇസ് ഈക്വൽ ടു 2.5 എന്ന് കിട്ടും. സോ നമുക്ക് എന്താ കിട്ടുക? 2.5 ആണ് സൈഡ് എന്ന് കിട്ടുന്നത്. എങ്കിൽ സൈഡ് എന്ന് പറയുമ്പോൾ എന്താ 4 ഇൻറ്റു എ ആണ്. എ എന്ന് പറയുന്ന സൈഡ്. സോ 4 ഇൻറ്റു 2.5 ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുന്നത്? 10 എന്ന് കിട്ടും അല്ലേ? 10 സെന്റിമീറ്റർ ആണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് പറയണേ. ഓക്കെ ആണെന്ന് പറഞ്ഞേ വേഗം. ഓക്കെ, അപ്പൊ അടുത്ത നോക്കിക്കേ, ക്വസ്റ്റ്യൻ നമ്പർ 14 നോക്കിക്കേ. റേഷ്യോ ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഇൻ ഓർഡർ 1:2:3:4. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ? ഏതാണ്? നമ്മൾ കുറെ ക്വാഡ്രിലാറ്ററൽസ് പഠിച്ചു. സോ 1:2:3:4 എന്ന് പറയുമ്പോൾ എല്ലാം എന്തായിരിക്കും? ഡിഫറെന്റ് ആംഗിൾസ് ആയിരിക്കും വരുന്നത്. അങ്ങനെ വരുന്ന ക്വാഡ്രിലാറ്ററൽ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അറിയാവോ ആർക്കെങ്കിലും? അറിയാമെങ്കിൽ വേഗം പറഞ്ഞേ. ഏതാണ്? അതായത് ക്വാഡ്രിലാറ്ററൽ ഏതാണെന്ന് ചോദിച്ചാൽ ട്രപ്പീസിയം ആണ് കേട്ടോ. ട്രപ്പീസിയം. ഓക്കെ അല്ലേ? ട്രപ്പീസിയം ആണ് വരുന്നത് കേട്ടോ. രണ്ടെണ്ണം ഈക്വൽ ആയിട്ട് വരുന്ന ട്രപ്പീസോയിഡ് ആണ്, മറ്റേത് ട്രപ്പീസിയം ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് കംപ്ലീറ്റ് ആയി. ഓക്കെ ആണോ എന്ന് പറഞ്ഞേ. ഈ ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചേ.
ഓക്കെ ആണോ? പറഞ്ഞേ. ഓക്കെ, അപ്പൊ അടുത്തത് നമുക്ക് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, നോക്കിക്കേ. ഇവിടെ നമ്മൾ പോളിഗൺ ആണ് ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ. പോളിഗൺ എന്ന് പറയുന്നത് എന്താണ്? 2D ഷേപ്പ് വിച്ച് ഈസ് ബൗണ്ടഡ് ബൈ 3 or more than 3 സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. അപ്പോൾ ഒരു പോളിഗൺ എന്ന് പറയുന്നത് മൂന്നോ അതിൽ കൂടുതലോ സ്ട്രെയിറ്റ് ലൈൻസ് ജോയിൻ ചെയ്ത് ഫോം ചെയ്യുന്ന ഫിഗേഴ്സിനെ നമ്മൾ പോളിഗൺ എന്നാണ് പറയുന്നത്. സോ ഓൺ ദ ബേസിസ് ഓഫ് ദ നമ്പർ ഓഫ് സൈഡ്സ് ദർ ആർ ഡിഫറെന്റ് നെയിംസ് ഓഫ് പോളിഗൺസ്. അതായത് അതിന്റെ സൈഡിന്റെ എണ്ണം അനുസരിച്ചിട്ട് നമ്മൾ അതിന് പല പേരുകളാണ് നമ്മൾ വിളിക്കുന്നത്. സോ പോളിഗൺസ് എന്ന് പറയുന്നത് എന്താണ്? റെഗുലർ ആണ്. റെഗുലർ പോളിഗൺസ്, അതായത് പോളിഗൺസ് എന്ന് പറയുമ്പോൾ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇപ്പം മൂന്നെണ്ണമാണ് ഏറ്റവും മിനിമം. ഏറ്റവും ചെറിയ പോളിഗൺ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ ആണ് അല്ലേ? മൂന്നോ അതിൽ കൂടുതലോ എന്നുള്ളതാണ് പറയുന്നത്. സോ ഫസ്റ്റ് 3 ലൈൻസ് ജോയിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ട്രയാങ്കിൾ ആണ്. ഈ തന്നിരിക്കുന്ന എല്ലാം റെഗുലർ പോളിഗൺസ് ആണ് കേട്ടോ. അപ്പൊ ട്രയാങ്കിൾ ആണ് ഫസ്റ്റ് വൺ നമുക്ക് തന്നിട്ടുള്ളത്. സെക്കൻഡ് വൺ 4ഉം ഈക്വൽ ആയിട്ട് വരുന്നത് ഏതാണ്? നമുക്ക് ക്വാഡ്രിലാറ്ററൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സ്ക്വയർ ഉണ്ട്, റെക്ടാങ്കിൾ ഉണ്ട്, പാരലോഗ്രാം ഉണ്ട്, ഇതെല്ലാം ക്വാഡ്രിലാറ്ററൽ ആണ്. പക്ഷെ റെഗുലർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് വരുന്നത്? സ്ക്വയർ ആണ് വരുന്നത്. ആൻഡ് 5 സൈഡ് ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ പെന്റഗൺ, 6 ആണെങ്കിൽ ഹെക്സഗൺ, 7 ആണെങ്കിൽ ഹെപ്റ്റഗൺ, 8 ആണെങ്കിൽ ഒക്ടഗൺ, 9 ആണെങ്കിൽ നണ്ണാണ്, നണ്ണഗൺ, പിന്നെ എന്താണ് 10 ആണെങ്കിൽ ഡെക്കഗൺ ആണ് വരുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് റെഗുലർ പോളിഗൺ ആണ്. സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ n-2 × 180 ഡിഗ്രി ആണ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ് വരുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും നമുക്കിപ്പോ പെന്റഗൺ തന്നിട്ട് അതിന്റെ നമ്പർ ഓഫ് ഇന്റീരിയർ ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ n എന്ത് വരും? 5 ആണ് അല്ലെ? പെന്റഗൺ 5 സൈഡ് ഉണ്ട്. സോ 5 - 2 × 180 കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇനി എക്സ്റ്റീരിയർ ആംഗിൾ ആണെങ്കിൽ 180 മൈനസ് എവറി ഇന്റീരിയർ ആംഗിൾ. നമുക്ക് ഈ കിട്ടുന്നതിൽ നിന്നും എന്ത് ചെയ്യുക? 180യിൽ നിന്നും കുറയ്ക്കുക. അതുപോലെ ഈച്ച് ഇന്റീരിയർ ആംഗിൾ ആണെങ്കിലോ n-2 × 180 ഡിവൈഡഡ് ബൈ n ചെയ്താൽ ഈച്ച് കിട്ടും. ഇനി അതേപോലെ സം ഓഫ് ഓൾ എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ പോളിഗൺ, ഏത് പോളിഗണിന്റെ ആണെങ്കിലും എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് സം എപ്പോഴും 360 ആണ്. അപ്പൊ ഈച്ച് എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 360/n ആയിരിക്കും വരുന്നത്. അതുപോലെ മെഷർമെന്റ് ഓഫ് ഈച്ച് ആംഗിൾ അറ്റ് ദ സെന്റർ മേഡ് ബൈ എനി സൈഡ് ഓഫ് ആൻ ആംഗിൾ എന്ന് പറയുന്നത് 360/n ആണ്. അതുപോലെ നമ്പർ ഓഫ് ഡയഗണൽസ് ചോദിക്കാറുണ്ട്. സോ n × n-3/2 ആയിരിക്കും ഡയഗണൽസിന്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇക്വേഷൻ എല്ലാം അറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് പറയണേ. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ. അടുത്ത ഹെക്സഗൺ ആണ് തന്നിട്ടുള്ളത്. ഹെക്സഗൺ കണ്ടോ? ജോമെട്രി. ഹെക്സഗൺ എന്ന് പറയുന്നത് 6 സൈഡഡ് പോളിഗൺ ആണ്. 6 ഗൺ കണ്ടോ? അതായത് 6 സൈഡുകളാണുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ടോട്ടൽ ഇന്റേണൽ ആംഗിൾ ഓർ എനി സിമ്പിൾ ഹെക്സഗൺ ഈ 720 ആണ് വരുന്നത്. ടോട്ടൽ ആണ് 720. അപ്പൊ ഈച്ച് എത്രയാ? 720/6 എത്രയാ വരും? 120 എന്ന് കിട്ടും അല്ലേ? അതുപോലെ തന്നെ 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ചേർന്നതാണ് നമുക്ക് കിട്ടുന്ന ഹെക്സഗൺ, റെഗുലർ ഹെക്സഗൺ എന്ന് പറയുന്നത്. ആൻഡ് ഏരിയ ഈസ് ഈക്വൽ ടു 3√3/2 × സൈഡ് സ്ക്വയർ ആണ്. അതുപോലെ പെരിമീറ്റർ 6 × സൈഡ് ആണ്. ഇന്റേണൽ ആംഗിൾ 120 ആയിരിക്കും നമുക്ക് ഹെക്സഗണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എന്താണ് ആൻസർ വരുന്നത് വേഗം പറഞ്ഞേ. In a polygon, the exterior and interior angles are in the ratio 1:4. Find the number of sides of the polygon ആണ് ചോദിച്ചിരിക്കുന്നത്. വേഗം പറഞ്ഞേ.
ഓക്കെ നോക്കിക്കേ. In a polygon, the exterior and interior angles are in the ratio 1:4. Find the number of sides of the polygon ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ ഓരോ സൈഡ് ആംഗിൾസ് വെച്ച് കണ്ടുപിടിക്കാം, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, സം വെച്ചിട്ടും കണ്ടുപിടിക്കാവുന്നതാണ്. സോ 360 അല്ലെ, 360 ഡിവൈഡഡ് ബൈ n-2 ഇൻറ്റു 180, അതാണല്ലോ നമ്മുടെ ആംഗിൾസ് എന്ന് പറയുന്നത്. അതിന്റെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത് 1/4, 1:4 എന്ന് പറയുന്നത്. സോ ഇവിടെ എന്ത് വരും, ക്രോസ് ചെയ്താൽ 360 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു n-2 ഇൻറ്റു 180. ഓക്കെ, n-2 ഇൻറ്റു 180. 360 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ എന്ത് വരാം, 180 ഈസ് ഈക്വൽ ടു n-2 എന്ന് കിട്ടും അല്ലേ. അപ്പൊ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 2 ഇൻറ്റു 4 അതായത് 8 ഈസ് ഈക്വൽ ടു n-2. സോ n-2 ഈസ് ഈക്വൽ ടു 8 ആണെങ്കിൽ n ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 10 എന്ന് കിട്ടും. സോ ഫൈൻഡ് ദ നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദ പോളിഗൺ ആണ്. സോ ഓപ്ഷൻ എ 10 എന്ന് നമുക്ക് ആൻസർ വരും. കണ്ടോ, നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഓക്കെ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. ഓക്കെ നോക്കിക്കേ. എ പോളിഗൺ ഹാസ് 35 ഡയഗണൽസ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദ പോളിഗൺ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഡയഗണലിന്റെ ഇക്വേഷൻ എന്താ, n ഇൻറ്റു n-3 ഡിവൈഡഡ് ബൈ 2 ആണ് അല്ലേ. സോ 35 എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്കിവിടെ n ഇൻറ്റു n-3 ബൈ 2 എന്ന് കണ്ടുപിടിക്കാം. സോ n ഇൻറ്റു n-3 ഈസ് ഈക്വൽ ടു 70 എന്ന് കിട്ടും അല്ലേ. അപ്പൊ n² - 3n-70 ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നിന്റെ വാല്യൂസ് വരുന്നത്, ഒന്നെങ്കിൽ -10 7 വരും, അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ -7 വരും. സോറി 10 7 എന്ന് വരും അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് വരുന്നത്, 10ഉം 7ഉം ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ, 10ഉം 7ഉം അല്ലേ. അപ്പൊ നോക്കിക്കേ, ഓപ്ഷൻ സി 10 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. മനസ്സിലായോ പറഞ്ഞത്, ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നേ? ഡൗട്ട് ഉള്ളവർ ചോദിച്ചേ. അതായത് എന്നിന്റെ വാല്യൂ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരണം, -3 എന്നും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -17 കിട്ടണം അല്ലേ. നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 10ഉം 7ഉം ആണ് വരുന്നത്. 10 ഉണ്ട് നമുക്ക് ഓപ്ഷനിൽ. സോ 10 ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓക്കെ, എന്താ വരുന്നേ,
ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇഫ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് എ റെഗുലർ ഒക്ടഗൺ ഈ 7.5 ഫൈൻഡ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പെരിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് 8a ആണ് വരുന്നത്. കാരണം റെഗുലർ പോളിഗൺ ആയതുകൊണ്ട് ഒക്ടിഗൺ ആയതുകൊണ്ട് 8a ആണ്. സോ 8 ഇൻറ്റു എന്ത് വരും 7.5 എന്താ കിട്ടുക 8 ഇൻറ്റു 7.5 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും 60 എന്ന് കിട്ടും. ഓക്കെ 60 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. സോ 60 നമുക്ക് ഓപ്ഷൻ ബിയും ഉണ്ട് ഓപ്ഷൻ ഡിയും ഉണ്ട്. സോ നമുക്ക് പറയാൻ പറ്റുമോ ഇതിലേതാണെന്ന്? ഏരിയ കണ്ടുപിടിച്ചേ പറ്റൂ. സോ ഏരിയ എന്ന് പറയുമ്പോൾ ഇക്വേഷൻ എന്താ വരുന്നത് 2 ഇൻറ്റു 1 പ്ലസ് റൂട്ട് 2 എ ഇൻറ്റു എ സ്ക്വയർ ആണ് വരുന്നത്. സോ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. 2 ഇൻറ്റു 1 പ്ലസ് റൂട്ട് 2 ഇൻറ്റു എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് തന്നിരിക്കുന്നത്? എന്താ തന്നിരിക്കുന്നത്? എ എന്ന് പറയുന്നത് 7.5ന്റെ സ്ക്വയർ ആണ്. സോ നമുക്ക് എന്ത് കിട്ടും 2a സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് റൂട്ട് 2 അല്ലേ. അതായത് 2 ഇൻറ്റു 56.25 ഇൻറ്റു എന്ത് വരും 1 പ്ലസ് റൂട്ട് 2. സോ നമുക്ക് എന്ത് കിട്ടും 112.5 ഇൻറ്റു 1 പ്ലസ് റൂട്ട് 2 എന്ന് കിട്ടും. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇതിപ്പോൾ കട്ടാവും കേട്ടോ, വേഗം നോട്ട് ചെയ്യണേ. ഇതിപ്പോൾ കട്ടാവും. നമ്മുടെ ഇന്നത്തോടെ ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ആകുകയാണ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും കേട്ടോ. വേഗം നോട്ട് ചെയ്ത് ഇതിപ്പോൾ കട്ടാവും. ഓക്കെ ക്ലിയർ അല്ലേ പറഞ്ഞിരിക്കുന്നേ? ഓക്കെ അല്ലേ പറഞ്ഞേക്കുന്നത്? ഓക്കെ ഓക്കെ താങ്ക് യു. ഓക്കെ താങ്ക് യു.